ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് മാങ്ക ചാപ്റ്റർ 1178 എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ കാരണം ഈ ചാപ്റ്ററോടുകൂടി ഇനി വരാനിരിക്കുന്ന ചാപ്റ്ററിലൂടെ ഒരുപാട് കാര്യങ്ങൾ റിവീൽ ആവാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ ഏകദേശം എൽബാഫ് ആർക്കിന്റെ അവസാന ഘട്ടത്തിലാണ് ചാപ്റ്റേഴ്സ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിലൂടെ ഒരു കാര്യം കൂടി നമ്മളിലേക്ക് ഓട എത്തിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഏവർക്കും കോമിക് വണ്ടേഴ്സിന്റെ വൺ പീസ് മാങ്ക എക്സ്പ്ലനേഷനിലേക്ക് സ്വാഗതം. ഫെയ്ഡിങ് നൈറ്റ്മെയർ എന്നാണ് ചാപ്റ്ററിന്റെ പേര്, അഥവാ മാഞ്ഞു വരുന്ന പേടി സ്വപ്നം. അതെ ഗൈസ്, ഈ പേരിലൂടെ ഇത്ര നാള് കാത്തിരുന്ന ഒരു ക്യാരക്ടറിന്റെ പല കാര്യങ്ങളും റിവീൽ ആവാൻ സമയമായി വരുന്നു എന്നൊക്കെ ആവാം ഓട ഉദ്ദേശിക്കുന്നത്. എനിവേ, ക്യാപ്റ്റൻ കിഡിനെ ഒരു വലിയ കാള ഓടിക്കുന്നതാണ് കവർ പേജിലായി കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഉസപ്പ്, ബ്രിക്കു തുടങ്ങിയവരെ ഗുങ്കോ എടുത്ത് പഞ്ഞിക്കിട്ടിരുന്നു. ആ സമയത്താണ് നമ്മുടെ ലൂഫിയുടെ എൻട്രി. പിന്നെ ഞാൻ പറയണ്ടല്ലോ, സ്വന്തം ക്രൂ മെമ്പേഴ്സിൽ രണ്ടുപേര് അടികൊണ്ട് അവശരായി കിടക്കുന്നത് കണ്ട ലൂഫിയുടെ കൺട്രോൾ പോകുമെന്ന്. ഇപ്പോൾ ആണെങ്കിൽ സാഞ്ചിയും ഗ്രൂപ്പും നമ്മുടെ ലൂഫി ഫൈറ്റ് ചെയ്യുന്നിടത്ത് എത്തിയിട്ടുണ്ട്. ലൂഫി ഇവരെ കണ്ടയുടൻ ബ്രിക്കു, ഉസപ്പ് തുടങ്ങിയവരെ ഏൽപ്പിക്കുവാനായി അവർക്കരികിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് ജിംബെ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം. ഇപ്പൊ ലൂഫി അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ ഫ്രാങ്കി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന്. അതിന് മറുപടിയായിട്ട് ലൂഫി പറയുന്നുണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെങ്കിൽ വേണ്ടിവരും, എങ്കിലും നിങ്ങളിതിൽ ഇടപെടാതെ മാറി നിൽക്കുന്നത് തന്നെയാവും നല്ലത്. കാരണം ലോക്കി ഇപ്പൊ തന്നെ എല്ലാം തീർത്ത് കാണുമെന്നൊക്കെ. ഇപ്പോ ലോക്കിയെ നോക്കിയാൽ ഗുങ്കോന്റെ ഒപ്പം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുങ്കോന്റെ ശരീരത്തിലൂടെ ഇമ്മു പറയുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജയൻസിന്റെ ഒരു ഷിപ്പ് ഉൾക്കടലിൽ കണ്ടിരുന്നുവെന്ന്. അതിലെ ക്യാപ്റ്റൻ ഭീമാകാരമായ വലിപ്പമുള്ള ഒരാളായിരുന്നു. മൂടൽമഞ്ഞിൽ ഒളിച്ചിരുന്ന ആ കപ്പൽ വേൾഡ് ഗവൺമെന്റിന്റെ കപ്പലിനെ മാത്രമായിരുന്നു അന്ന് ടാർഗറ്റ് ചെയ്തിരുന്നത്. അതേസമയം അവരിൽ ചിലർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, പറക്കുന്ന ഒരു ജയൻ ക്രീച്ചറിനെ പറ്റി. അവർ പറഞ്ഞ ആ റൂമറുകൾ അപ്പോൾ ശരിയായിരുന്നുവെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പറഞ്ഞു തീർന്നതും ഗുങ്കോന്റെ ശരീരത്തിൽ നിന്നും ഒരു കറുത്ത നിഴൽ പുറത്തേക്ക് വന്നു. ഇപ്പൊ ഇത് കണ്ടുകൊണ്ട് ലൂഫി പറയുന്നുണ്ട് എന്തോ ഒന്ന് അവളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ടെന്ന്. ഇപ്പോ ഇമു ആണെങ്കിൽ റോക്സിനെ ചെയ്ത പോലെ ഡോമി റിവേഴ്സി ഇരുവർക്കും മുകളിൽ പ്രയോഗിക്കുന്നുണ്ട്. ഗൈസ്, ഡോമി റിവേഴ്സി എന്ന് പറയുന്നത് നമുക്കറിയാം എന്തുമാത്രം പവർഫുൾ ആയ ഒരു അറ്റാക്ക് ആണെന്നുള്ളത്. കാരണം ഗോട്ട് വാലിയിലൂടെ റോക്സിന് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അത്രത്തോളം പവർഫുൾ ആയ ഒരു അറ്റാക്ക് ആയിരുന്നു ഈ ഡോമി റിവേഴ്സി എന്നുള്ളത്. എന്നാൽ ഇത് ഇരുവർക്കും മുകളിൽ, അഥവാ ലോക്കി, ലൂഫി തുടങ്ങിയവർക്ക് മുകളിലാണ് നമ്മുടെ ഇമു ഇപ്പൊ പ്രയോഗിക്കുന്നത്. ലിറ്ററലി ഗൈസ്, ഈ ഒരു സീൻ കണ്ടപ്പോൾ ഭയങ്കര രോമാഞ്ചമായിരുന്നു. കാരണം ഡോമി റിവേഴ്സി ഏറ്റിട്ടും ഒരു കൂസലും ഇല്ലാതെയാണ് ലൂഫിയും ലോക്കി അവിടെ നിൽക്കുന്നത്. ഈ ഒരു കാഴ്ച കണ്ട ഇമു പോലും പറയുന്നുണ്ട് അവൻ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ രണ്ടും എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഡോൺ ഗാറ്റ്ലിംഗ് ഇമുവിന്റെ ശരീരത്തിലേക്ക് ലൂഫി ലോഞ്ച് ചെയ്തു. കൂടാതെ നിദോക് ഫോമിലുള്ള ലോക്കി ആണെങ്കിൽ പഴയ ഫോമിലേക്ക് വന്നുകൊണ്ട് ഇമുവിന് നേരെ തന്റെ റാഗ്നർ വീശുന്നു. നിൽഫൈം എന്ന അറ്റാക്കിലൂടെ ഗുങ്കോ, ഇമു തുടങ്ങിയവരെ ഒരു ഐസ് കട്ടയ്ക്കുള്ളിൽ ലോക്ക് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ലൂഫി ചോദിക്കുന്നുണ്ട് ഓ, അപ്പൊ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമല്ലോ, എങ്കിലും ഞാൻ അവളെ തല്ലി തീർന്നില്ലായിരുന്നു. ഇപ്പോ ലൂഫി ആണെങ്കിൽ അവന്റെ സ്റ്റാമിന തീർന്ന് ആ ഒരു ഓൾഡ് ഏജ് ഫോമിലേക്ക് ആകുന്നുണ്ട്. ഇപ്പോ ഫിഷർമാൻ വില്ലേജില് ലോക്കിയെ കുറ്റവും പറഞ്ഞുകൊണ്ട് തീ അണയ്ക്കാനുള്ള തന്ത്രപ്പാടിലാണ് ജനങ്ങൾ. ഹണ്ടർ വില്ലേജിലും ഇതേ അവസ്ഥ തന്നെ. എങ്കിലും സിയൂസ്, ലില്ലിത്ത് തുടങ്ങിയവരൊക്കെ അവരുടെ മാക്സിമം ഇട്ടുകൊണ്ട് തീ അണയ്ക്കാനായി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ വെസ്റ്റേൺ വില്ലേജിലാണെങ്കിൽ സൊറോ അടക്കമുള്ളവർ റിവേഴ്സിൽ അകപ്പെട്ടവരെ നേരിടാനായി വരുമ്പോൾ ചോപ്പർ അവരെ രക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സൊറോ ചോപ്പറിനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ചോപ്പർ ആണെങ്കിൽ എന്നത്തെയും പോലെ തന്നെ എന്നെ ഇങ്ങനെ പുകഴ്ത്തല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സ്ഥിരം ക്യൂട്ട്നെസ് വാരി വിതറുന്നതും കാണാം. ഇപ്പോ ആർട്ടിസൺ വില്ലേജിലും ആൽക്കഹോൾ വില്ലേജിലും എനിമീസിന്റെ ഒരു ട്രേസും കാണിക്കുന്നില്ല എന്നും, എങ്കിലും ഈ തീ എവിടെ നിന്നാണ് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത്, ഇനിയും തീ എവിടെയെങ്കിലും അണയാനുണ്ടോ, അതുപോലെ ഡീമൺസ് ഒക്കെ ചത്തോ ഇല്ലയോ എന്നെല്ലാം കൺഫേം ചെയ്യാനുണ്ടെന്നൊക്കെ ജെയിൻസ് പറയുന്നതായി കാണിക്കുന്നുണ്ട്. ഇപ്പൊ അവൾ ലൈബ്രറിക്ക് അടുത്ത് നിന്നുകൊണ്ട് സോള് ചോദിക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്, നമ്മൾ എല്ലാവരും കണ്ടതല്ലേ ഇവിടെ വലിയൊരു തീ പടർന്നു കയറിയത്, എന്നാൽ ഇപ്പൊ അങ്ങനെയൊന്ന് ഉണ്ടായതുപോലെ ഒരു സയൻസും ഇവിടെ ഇല്ലല്ലോ. അതുകൂടാതെ ഷെൽഫിലുണ്ടായിരുന്ന നിരവധി ബുക്കുകൾ അവിടെ ഒന്നും കാണാനുമില്ല, അവയൊന്നും കത്തിക്കരിഞ്ഞതായി തോന്നുന്നുമില്ല. അതുപോലെ മറ്റൊരു കാര്യം എന്തെന്നാൽ ബിബ്ലോനെ ഇവിടെ ഒന്നും കാണുന്നുമില്ല. ഇനി അവനൊരു പക്ഷേ ഇപ്പൊ ഈ സംഭാഷണത്തിനിടയിൽ കയറിക്കൊണ്ട് റോബിൻ പറയുന്നുണ്ട് പക്ഷേ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്, ഒരുപക്ഷെ അദ്ദേഹം ഇതിൽ നിന്നും ബുക്കുകളുമായി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലോ, അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇപ്പോൾ എവിടെയാകും ഉണ്ടാവുക എന്നെല്ലാം റോബിൻ സംശയം പ്രകടിപ്പിക്കുന്നതായി കാണാം. അടുത്ത സീനിൽ സാഞ്ചി, ഫ്രാങ്കി തുടങ്ങിയവരുടെ സംഭാഷണമാണ്. സാഞ്ചി പറയുന്നുണ്ട് കൗണ്ടർ അറ്റാക്കുകൾ തുടങ്ങിയതിനു ശേഷം കാര്യങ്ങളൊക്കെ പെട്ടെന്നാണ് മുന്നോട്ട് പോകുന്നതെന്ന്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ഫ്രാങ്കി പറയുന്നുണ്ട് പക്ഷേ നമ്മൾ വലിയൊരു ഓർഗനൈസേഷനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയില്ല, എങ്കിലും ഇവരെല്ലാം ഹോളി ലാൻഡിലെ നൈറ്റ്സ് ആണെങ്കിലും ഇവർ 3 പേര് കാരണം എൽബാഫ് നിമിഷ നേരം കൊണ്ടാണ് ഇത്രയും പ്രശ്നത്തിലേക്ക് എത്തിയത്. ഇപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് കില്ലിംഗ്ഹാം
ഇനാമു ചിന്തിക്കുന്നുണ്ട് ഇമൂസാമയ്ക്ക് എന്ത് പറ്റിയെന്നല്ല. അടുത്തായിട്ട് കാണിക്കുന്നത് വെസ്റ്റേൺ വില്ലേജിന്റെ എഡ്ജ് ഭാഗത്തായി സോമോസിന്റെ തല രണ്ടായി കിടക്കുന്നതാണ്. അതിനിടയിൽ ഇങ്ങനെ ടാപ്പ് ടാപ്പ് എന്ന് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അയാളുടെ ഹൃദയം കിടപ്പുണ്ട്. ഈ നേരം കൊണ്ട് അയാൾ തന്റെ തല ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതായി കാണിക്കുന്നു. ഇനി നേരെ ലൂഫിയുടെ സൈഡിലേക്ക് വന്ന അവന് ഫുഡ് വേണമെന്ന് ലോക്കിയോട് പറയുന്നുണ്ടെങ്കിലും ലോക്കിക്ക് അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാവാത്തത് കൊണ്ടാവാം അവനോട് ഗ്രാമത്തിലേക്ക് പോയി നീ തന്നെ എടുത്തു കഴിക്കാൻ പറയുന്നതും. അതുപോലെ ലൂഫിയുടെ ഇപ്പോഴത്തെ ഈ ഫോമിനെ കുറിച്ചൊക്കെ ലോക്കി ചോദിക്കുന്നതായി കാണാനും സാധിക്കും. ഈ ഒരു സന്ദർഭത്തിലാണ് ഐസിലുണ്ടായിരുന്ന ഇമു അതിൽ നിന്നും അപ്രത്യക്ഷയാവുന്നത്. പിന്നെ കാണിക്കുന്നത് ഹോളി ലാൻഡ് ആണ്. പാൻജിയ കാസ്റ്റിലെ ഫ്ലവർ ചേംബറിൽ നിൽക്കുന്ന ഇമു വളരെ ദേഷ്യത്തിലാണ്. ഗൊരോസെ എന്നവര് വിളിക്കുന്നതായി കേൾക്കാം. 5 എൽഡേഴ്സ് ആണെങ്കിൽ അതിന് മറുപടിയായി എന്താണ് ഇമൂസാമ കാര്യമെന്നും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടോണ്ട് ഇമു പറയുന്നുണ്ട് കുറച്ചു നേരത്തേക്ക് ഹോളി ലാൻഡിൽ നിന്നും തനിക്ക് പോകേണ്ടതുണ്ട് എന്ന്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചാപ്റ്റർ എൻഡ് ആവുകയാണ്. കൂടാതെ ഇമുവിന്റെ ഡെസ്റ്റിനേഷൻ ഇനി ആ സ്ഥലമാകുമോ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ചാപ്റ്റർ എൻഡ് ആകുന്നത്. എനിവേ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡോമി റിവേഴ്സി ഇരുവർക്കും മുകളിലും വർക്കാകില്ല എന്ന് മനസ്സിലായി. അതിനൊരു പക്ഷേ കാരണം ഇപ്പോഴത്തെ എറയിലുള്ള നീക്കയും മറ്റ് റീഇൻകാർണേഷനും എല്ലാം ഫസ്റ്റ് വേൾഡിലെ പോലെ തന്നെ അഥവാ ജോയ് ബോയുടെ എറയെക്കാട്ടിലും പവർഫുൾ ആവാനുള്ള ചാൻസ് ഏറെ കൂടുതലായതുകൊണ്ടാവാം. അതുമല്ലെങ്കിൽ ലൂഫിയുടെ വിൽ ഓഫ് ടി കാരണവുമാകാം. അതുപോലെ ഇമു എവിടേക്കാവാം ഇനി പോകുന്നത് എന്നൊരു ചോദ്യം നമ്മളിലേക്ക് തന്നുകൊണ്ടാണ് ചാപ്റ്റർ ആകുന്നത്. ഒരുപക്ഷെ എൽബാഫിലേക്കാകാം, അതല്ലെങ്കിൽ ഫൈനൽ സാഗയിലേക്കുള്ള ഏതെങ്കിലും ഒരു ഐലൻഡിലേക്കാവാം, ലൈക്ക് ലാഫ്റ്റയിലൊക്കെ പോലെ. എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള തോട്ട്സ് എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.